അതിരാവിലെ തന്നെ വണ്ടിയുമെടുത്ത് ട്രിപ്പിനിറങ്ങുമ്പോൾ ഞാൻ അറിഞ്ഞതേയില്ല. അതുവരെ നേരിൽ കാണാത്തവർ അന്ന് ആദ്യമായി നേരിൽ കാണുമ്പോൾ നല്ല സുഹൃത്തുക്കളാകുമെന്നും ഈ ട്രിപ്പ് ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു യാത്രയാകുമെന്നും. ജീപ്പ് സഫാരിയും ക്യാമ്പ് ഫയറും മ്യൂസിക് നൈറ്റും അതിരാവിലത്തെ സൺറൈസ് ട്രെക്കിങ്ങും ഒക്കെയുള്ള STCയുടെ 74ാമത്തെ ഇവന്റിലേക്കാണ് ഈ യാത്ര. അതിനായി രാവിലെ 4 മണിയോടുകൂടി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. ആദ്യം പോകേണ്ടത് സനിതയുടെ അടുത്തേക്കാണ്. കുറച്ച് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ സനിതയും എത്തി. അടുത്ത് തന്നെ കണ്ട പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചു. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ ഒന്ന് കുലുക്കി നോക്കാതെ മനസ്സിനൊരു സുഖവുമില്ല. രാവിലെ ആയതുകൊണ്ടാവാം ഹൈവേയിലധികം തിരക്കൊന്നുമില്ല. STCയുടെ ഇവന്റിലേക്കാണ് ഈ യാത്ര എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. എന്താണ് STC എന്നറിയാത്തവർക്ക് വേണ്ടി, യാത്രയെ സ്നേഹിക്കുന്നവർക്കും കാഴ്ചകൾ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി കേരളത്തിലെ 14 ജില്ലകളിലും പുറത്തും നിലനിൽക്കുന്ന ഗ്രൂപ്പുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് സഞ്ചാരം ട്രാവൽ ക്ലബ്. ഇതിനെ ചുരുക്കി ഞങ്ങൾ STC എന്ന് പറയും. ഈ ഇവന്റിന് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും 40ഓളം പേർ പങ്കെടുക്കുന്നതിനാൽ കട്ടപ്പനയാണ് മീറ്റിംഗ് ലൊക്കേഷനായി വെച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും എനിക്ക് 210 പരം കിലോമീറ്റർ ദൂരവും 6 മണിക്കൂർ ദൈർഘ്യവുമുണ്ട് കട്ടപ്പനയ്ക്ക്. കട്ടപ്പനയ്ക്ക് മുന്നേയുള്ള കുട്ടിക്കാനത്താണ് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും പത്തനംതിട്ട നിന്നുമൊക്കെ ഇവന്റിന് പങ്കെടുക്കാനെത്തുന്ന സുഹൃത്തുക്കൾ വെയിറ്റ് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അടൂരെത്തി ഒരു ചായ കുടിക്കുമ്പോഴേക്കും ഒരുവിധം എല്ലാവരെയും കണ്ടുകിട്ടി. ഇതൊരു അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലല്ലായിരുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ കറുത്ത ടോപ്പ് മണിഞ്ഞ് എൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഏറെ വൈകി. അഡ്മിൻസ് എന്ന നിലയ്ക്ക് എനിക്കും സനിതയ്ക്കും നേരത്തെ തന്നെ മീറ്റിംഗ് ലൊക്കേഷനിൽ എത്തേണ്ടിയിരുന്നെങ്കിലും സനിത ഇത് ഗ്രൂപ്പ് റൈഡാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഗ്രൂപ്പ് റൈഡിന് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ്. ഈ ഗ്രൂപ്പ് റൈഡിൽ വരുന്ന ഭൂരിഭാഗവും STCയുടെ കഴിഞ്ഞ ഇവന്റുകളിൽ പങ്കെടുത്തിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ചുരുക്കം ചിലരെ മാത്രമേ ഞങ്ങൾക്ക് പരിചയപ്പെടേണ്ടി വന്നുള്ളൂ. രാവിലെ 8 മണിയോടുകൂടി എരുമേലി എത്തിയ ഞങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്കും കിട്ടി. മണ്ഡലകാലമായതിനാൽ നന്നേ തിരക്കുള്ളത് കാരണം നോർമൽ റോഡ് ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. അല്പസമയത്തിന് ശേഷം മുണ്ടക്കയം ഞങ്ങൾ എത്തിയതോടുകൂടി കാഴ്ചകൾ കണ്ടു തുടങ്ങി. മലയിറങ്ങി വരുന്ന തണുത്ത കാറ്റുമേറ്റ് കാഴ്ചകളും കണ്ട ഒരു യാത്ര അനുഭവിച്ചവർക്കറിയാം, അതൊരു പ്രത്യേക അനുഭൂതിയാണ്. കുറച്ചു നേരത്തെ ഹൈറേഞ്ച് കയറ്റത്തിനൊടുവിൽ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. കുറച്ച് സമയത്തെ റെസ്റ്റിനു വേണ്ടിയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. വെള്ളം കുറവായതിനാൽ തിരക്ക് നന്നേയില്ല. കുറച്ച് സമയം ചെലവഴിച്ച ശേഷം നേരെ കുട്ടിക്കാനത്തേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തതിനാൽ ആദ്യം കണ്ട ഹോട്ടലിൽ കയറി ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോഴേക്കും ഹോട്ടൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനു ശേഷം കുട്ടിക്കാനത്തെ പമ്പിൽ കയറി പെട്രോൾ വീണ്ടും ഫുൾ ടാങ്ക് അടിച്ചിട്ടു. ഇനി ഇവിടുന്ന് നേരെ കട്ടപ്പനയ്ക്ക് 36.6 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഏതാണ്ട് 1 മണിക്കൂറും 16 മിനിറ്റും ദൈർഘ്യം വരുന്ന യാത്ര. മനോഹരമായ റോഡും മനോഹരമായ കാഴ്ചകളും മനോഹരമായ കോർണറുകളും നിറഞ്ഞ റോഡ്. ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോഴാണ് റോഡ് പണി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി ഓഫ് റോഡ് ആയിപ്പോയി. അങ്ങനെ 12 മണിയോടുകൂടി മീറ്റിംഗ് ലൊക്കേഷനായ കട്ടപ്പന ലയൺസ് ക്ലബ്ബിൽ ഞങ്ങളെത്തി. കുറച്ച് പേരൊക്കെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും എത്തിയതോടുകൂടി കൃത്യം 1:30 രാമക്കൽമേട്ടിലേക്കുള്ള റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 22 കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് രാമക്കൽമേട്ടിലേക്കുള്ളത്. 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന യാത്ര. വീണ്ടും ഒരു ഗ്രൂപ്പ് റൈഡ്. പക്ഷേ ഈ ഗ്രൂപ്പ് റൈഡിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഒരു കാരണവശാലും ഓവർടേക്കിംഗ് ഇല്ല. 50 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുമില്ല. നിശ്ചിത അകലവും പാലിച്ചിരിക്കണം. സിംഗിൾ ലൈനായി വേണം യാത്ര പോകാൻ എന്നൊക്കെയുള്ള കുറച്ച് നിബന്ധനകൾ. ഗ്രൂപ്പ് റൈഡിലെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിബന്ധനകൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സമയത്ത് റൈഡിന് ശേഷം രാമക്കൽമേട്ടിൽ ഞങ്ങളെത്തി. ഇവിടെയാണ് കുറവൻകുറത്തി പ്രതിമയുള്ളത്. എന്നാൽ ഇവിടെ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സ്റ്റേയിലേക്കാണ്. കുറവൻകുറത്തി സ്റ്റാച്യുവിൻ്റെ തൊട്ടടുത്ത് തന്നെ പുറകുവശത്തായി സ്ഥിതി ചെയ്യുന്ന ലിമൺ റിസോർട്ടിലാണ് സ്റ്റേ ഒരുക്കിയിട്ടുള്ളത്. മനോഹരമായ ആംബിയൻസിലാണ് ഈ സ്റ്റേ ഉള്ളത്. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് നൽകിക്കൊണ്ടാണ് ലിമൺ റിസോർട്ട് ജീവനക്കാർ ഞങ്ങളെ വരവേറ്റത്. വെൽക്കം ഡ്രിങ്കിന് ശേഷം ഉച്ചഭക്ഷണമായി ചിക്കൻ ബിരിയാണിയും. ഉച്ചഭക്ഷണം കഴിഞ്ഞ് റൂമിൽ കയറി ഫ്രഷായ ശേഷം വൈകുന്നേരത്തോടുകൂടി ജീപ്പ് സഫാരിക്ക് ഇറങ്ങി. രാമക്കൽമേടെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും വിട്ടുപോകുന്ന ഒന്നാണ് ഇവിടുത്തെ ഈ ജീപ്പ് സഫാരി. വേറിട്ടൊരു അനുഭവം തന്നെയാണ് ഈ ജീപ്പ് സഫാരി നൽകുന്നത്. അധികം ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ സ്വന്തം വണ്ടികളെക്കാൾ നല്ലത് 4x4 ജീപ്പുകൾ തന്നെയാണ്. കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ 6 ജീപ്പുകളിലായാണ് ഈ യാത്ര. മലകൾ ഓരോന്നായി കയറുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് ലഭിക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ആമപ്പാറ എന്ന വ്യൂ പോയിന്റിൽ ഞങ്ങളെത്തി. ചുറ്റിലും തമിഴ്നാടിൻ്റെ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം ദൂരെ നിൽക്കുന്ന കാറ്റാടിപ്പാടങ്ങളും നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഈ സ്ഥലത്തിന് ആമപ്പാറ എന്ന പേര് വരാൻ കാരണം ഈ പാറകളാണെന്ന് തോന്നുന്നു.
ഈ കാണുന്ന വ്യൂ പോയിന്റ് മാത്രമല്ല ഇവിടെ എന്നെനിക്ക് മനസ്സിലായത് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ്. ഈ പാറകൾക്കുള്ളിലൂടെ നമുക്ക് സഞ്ചരിക്കാനാകും. ഇവിടെ കാണുന്ന ചെറിയ ഗ്യാപ്പിലൂടെ ഇറങ്ങി അകത്തേക്ക് ചെല്ലണം. നേരെ നടക്കാനാകാത്തതിനാൽ ചരിഞ്ഞു വേണം നടക്കാൻ. അവിടുന്ന് നേരെ ലാൻഡിങ്ങിലേക്ക്. വീണ്ടും മുന്നോട്ട് പോകാനിരുന്ന് നിരങ്ങി നീങ്ങണം. വീണ്ടും മുന്നോട്ട് കിടന്നിട്ട് നിരങ്ങി നീങ്ങണം. ആർക്കും നേരത്തെ ആരെയും ഒരു പരിചയം ഇല്ലായിരുന്നുവെങ്കിലും ഈ പാറക്കടിയിൽ നിന്നും ഊർന്നു വരുമ്പോൾ പലരും സൗഹൃദമായി കഴിഞ്ഞിരുന്നു. ഇതാണ് നമ്പൂതിരി കൃഷ്ണപ്രസാദ്, ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അതുകൊണ്ട് തന്നെ ഉരുണ്ടുരുണ്ടാണ് ഈ അഡ്വഞ്ചർ അവൻ പൂർത്തിയാക്കിയത്. ഇതാണ് നമ്മുടെ കഥാനായിക സനിത. ഇതിനകത്ത് നിന്ന് ഇറങ്ങിയതിൽ പിന്നെ 10 മിനിറ്റ് ഉരിയാടുന്നുണ്ടായിരുന്നില്ല. ആദ്യം ശ്വാസം വിടട്ടെ എന്നായിരുന്നു. സാഹസികത നിറഞ്ഞ നുഴഞ്ഞുകയറ്റത്തിനൊടുവിൽ കുറച്ച് സമയം ചെലവഴിച്ച ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക്. ഇതുപോലുള്ള അധികമാരും എത്താത്ത ഒരുപാട് വ്യൂ പോയിന്റുകൾ ഇടുക്കിയുടെ പല ഭാഗത്തും ഉണ്ടെങ്കിലും എല്ലാവരും ഏതെങ്കിലും പ്രശസ്തമായൊരു വ്യൂ പോയിന്റ് കണ്ടിട്ട് പോവുകയാണ് പതിവ്. അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയ ഞങ്ങൾക്ക് കുറച്ചു ദൂരം നടക്കേണ്ടതായുണ്ട്. സോളാർ വ്യൂ പ്ലാന്റേഷനും സൂയിസൈഡ് പോയിന്റുകളുമാണ് ഇവിടെ കാണാനായുള്ളത്. നിർഭാഗ്യവശാൽ നല്ല മഞ്ഞുള്ളതിനാൽ ദൂരത്തുള്ള വ്യൂ ഞങ്ങൾക്ക് നഷ്ടമായെങ്കിലും ഇവിടെയും കുറച്ച് സമയം ചെലവഴിച്ച് നേരെ കുറവൻകുറത്തി സ്റ്റാച്യുവിലേക്ക്. നന്നായി ഇരുട്ടിയത് കാരണവും മഞ്ഞ് കാരണവും അവിടെ അധികം നേരം ചിലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. നേരെ റിസോർട്ടിലെത്തിയ ഞങ്ങൾ ക്ഷീണിച്ചിരുന്നതിനാൽ നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അതുവരെ ആളനക്കം പോലും ഇല്ലാതിരുന്ന സ്വിമ്മിംഗ് പൂൾ ഞങ്ങളെത്തിയതോടുകൂടി ആക്റ്റീവായി തുടങ്ങി. എല്ലാവരെയും മുക്കിയും പിടിച്ചു തള്ളിയും സൗഹൃദം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുമായിരുന്നു അവിടെ എന്നെനിക്ക് മനസ്സിലായത് ഞാനും അതിനകത്തേക്ക് പതിക്കുമ്പോഴായിരുന്നു. തണുപ്പിൻ്റെ കാഠിന്യം കൂടുതലായതിനാൽ അധികം നേരം ആർക്കും അതിനകത്ത് പിടിച്ചു നിൽക്കാനായില്ല. 9 മണിയോടുകൂടി ഡിന്നർ റെഡിയായി. ബൊഫേ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ചൂട് പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ ഡിന്നർ. അന്നത്തെ രസകരമായ വിശേഷങ്ങളും പങ്കുവെച്ചു ഞങ്ങളും ഫുഡടി ആരംഭിച്ചു. ഫുഡിന് ശേഷം ക്യാമ്പ് ഫയർ സ്റ്റാർട്ടായി. സത്യത്തിൽ STCയുടെ എല്ലാ ഇവൻറ്റുകൾക്കും ക്യാമ്പ് ഫയർ കഴിയുമ്പോഴാണ് പലരും സുഹൃത്തുക്കളാകുന്നതെങ്കിൽ ഇവിടെ നേരത്തെ തന്നെ പലരും അടുത്ത സുഹൃത്തുക്കൾ ആയി കഴിഞ്ഞിരുന്നു. ഇവിടെ എല്ലാവരും ആദ്യം തന്നെ സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം 2 ഗ്യാങ്ങായി തിരിഞ്ഞ് അന്താക്ഷരിയും തുടങ്ങി. ഇടയ്ക്ക് ജോബിൻ്റെ വക അടിപൊളിയൊരു ഗാനം ഇതും കൂടി ആയതോടെ ക്യാമ്പ് ഫയർ ഉഷാറായി. ഇടയ്ക്കെപ്പോഴോ നല്ലൊരു സോങ് കേട്ടതോടെ ഗ്രൂപ്പ് ഡാൻസും തുടങ്ങി. പല ജില്ലകൾ, പല ഭാഷാ ശൈലികൾ, പല പൊസിഷനിൽ ജോലി ചെയ്യുന്നവർ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവർ, ഇവരെ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ ഒരു യാത്രയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഇതിൽ കൂടുതൽ ഞാനിനി എന്ത് പറയാനാണ്. 1 മണിവരെ ക്യാമ്പ് ഫയർ തുടർന്നു. ശേഷം നേരെ റൂമിലൊക്കെയും കഥകളും വിശേഷങ്ങളുമാണ്. ഇന്നത്തെ ദിവസം ആരും ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. രാവിലെ 6 മണിക്കാണ് സൺറൈസ് ട്രെക്കിംഗ് പറഞ്ഞിരുന്നത്. അതിനായി രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. ഈ കാണുന്ന ക്ലൈമറ്റിൽ പലരും മൂടി പുതച്ച് ഉറങ്ങിക്കൂടുകയാണ്. മൂടൽമഞ്ഞിൽ സൺറൈസ് ട്രെക്കിംഗ് പാടാണ് എന്നറിഞ്ഞിട്ടും ആ ട്രെക്കിംഗ് ഞങ്ങൾ തുടരാൻ തന്നെ തീരുമാനിച്ചു. 1 കിലോമീറ്റർ ദൂരം വണ്ടിയിൽ ചെന്നതിന് ശേഷം ബാക്കി ട്രക്ക് ചെയ്ത് വേണം പോകാൻ. എല്ലാവരെയും മുന്നിൽ നടത്തിവിട്ട ശേഷം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വണ്ടി കയറ്റാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അതൊരു തെറ്റായ തീരുമാനം മാത്രമായിരുന്നില്ല, നല്ലൊരു പണിയും ഞങ്ങൾക്ക് കിട്ടി. ഒരു തരത്തിലും ബൈക്ക് കയറി ചെല്ലുന്ന വഴിയല്ലായിരുന്നു അത്. പോരാത്തതിന് വണ്ടി തിരിക്കാനും പറ്റാത്ത അവസ്ഥ. ഒടുവിൽ വണ്ടി ലോക്കാക്കി നടക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. തീരെ ചെറിയ വഴികളിലൂടെയാണ് യാത്ര, കൂടാതെ ദുർഘടം പിടിച്ച വഴികൾ. മൂടൽമഞ്ഞിൻ്റെ കാഠിന്യമുള്ളതിനാൽ പലപ്പോഴും വഴിതെറ്റിയും അലയേണ്ടിയും വന്നു. 20 മിനിറ്റ് ട്രക്കിങ്ങിന് ശേഷം വലിയൊരു പാറപ്പുറത്ത് കയറി ഞങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു. കളി പറഞ്ഞും തമാശയൊക്കെയായി 1 മണിക്കൂറോളം ഞങ്ങളിവിടെ ചിലവഴിച്ചു. മനോഹരമായ വ്യൂ പോയിന്റുകളാണെങ്കിലും മഞ്ഞ് കാരണം ഞങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കെടുത്ത വീഡിയോയാണ്. ഇപ്പോൾ ഇതൊക്കെയല്ലേ ട്രെൻഡിങ്. ഇത് മാത്രമല്ല, ഏതോ ഒരു പാറപ്പുറത്ത് കയറി കൂകി വിളിച്ചും അവിടെ ഇവിടെയായി പാറിപ്പറം നടന്നും ആഘോഷിച്ചൊരു മലയിറക്കം. നേരത്തെ വണ്ടി ലോക്ക് ചെയ്തെടുത്ത് വന്നു. എല്ലാവരും കൂടി ഒത്തുപിടിച്ചു വണ്ടികളെല്ലാം ഒരുവിധം തിരിച്ചെടുത്തു. ക്യാമ്പിലേക്കുള്ള യാത്ര തുടങ്ങി. ജംഗ്ഷനിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. റോഡിൽ വെച്ചു മരത്തടിയെ കഷ്ടപ്പെട്ട് മുറിച്ചെടുക്കുന്നു. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി തീ കൂട്ടുന്നു. തലേന്ന് രാത്രി ക്യാമ്പ് ഫയർ കൂട്ടി അതിനു ചുറ്റും നമ്മൾ ഇരുന്നത് പോലെ. ഇവർ ഈ നാട്ടിലെ ജീപ്പ് ഡ്രൈവർമാരാണ്. തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കുറച്ചു നേരം അവരോടൊപ്പം ഞങ്ങളും ചേർന്നു. ഇടയ്ക്ക് ചായ കുടിക്കാൻ കയറിയപ്പോൾ കണ്ടതാണ്. ഈ കുരങ്ങന്മാർ ശല്യക്കാരല്ല എന്ന് തോന്നുന്നു. സനൂപ് ഇവൻറ്റിന് മലപ്പുറത്തുനിന്ന് വന്നത് ഇതിനു വേണ്ടിയാണോ എന്ന് തോന്നിപ്പോയി. ഇനി ഇവിടുന്ന് നേരെ റിസോർട്ടിലേക്കാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റായി അപ്പവും മുട്ട റോസ്റ്റും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിന് പുറത്തെത്തിയപ്പോഴേക്കും മനാഫും ഡോഞ്ചിയും എത്തിക്കഴിഞ്ഞിരുന്നു. ഇവർ ഈ നാട്ടുകാരായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഴികളെല്ലാം നല്ല ധാരണയാണ്. ഇനിയുള്ളത് കമ്പം മുന്തിരിത്തോട്ടത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഈ റൈഡ് കോർഡിനേറ്റ് ചെയ്യാൻ കൂടിയാണ് ഇവർ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഹോട്ടലിനോട് ഞങ്ങൾ വിട പറഞ്ഞു കമ്പത്തേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഒരു ഗ്രൂപ്പ് റൈഡ്. വളഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന ചുരങ്ങൾ ഇറങ്ങി വേണം കമ്പത്തേക്ക് എത്താൻ. കൃത്യമായി പറഞ്ഞാൽ 25 കിലോമീറ്റർ ദൂരവും 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന യാത്രയും. ഹൈ റേഞ്ച് ഇറങ്ങിത്തീർന്നയുടനെ വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളാണ് കണ്ടത്. ചുറ്റിലും പാടങ്ങളും കൂടിയായപ്പോൾ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു ആ റൈഡിന്. പക്ഷേ ചൂടിൻ്റെ കാഠിന്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭീകരവും. അല്പസമയത്തിന് ശേഷം ജെനീസ് ഗ്രേപ്പ് ഫാം എന്ന മുന്തിരിത്തോട്ടത്തിൽ ഞങ്ങളെത്തി. വണ്ടി സൈഡാക്കി ഫ്രീ എൻട്രിയാണ് ഇവിടെ ഉള്ളത്. മുന്തിരിത്തോട്ടങ്ങൾ കാണുവാൻ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് ഭാഗത്ത് ചൂടടിച്ചിട്ടാവണം മുന്തിരിവള്ളികൾ കരിഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ മറുവശത്ത് മുന്തിരിവള്ളികൾ ധാരാളമുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികളോട് മുന്തിരി പറിക്കരുത് എന്നൊരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ മുന്തിരിയുടെ വ്യത്യസ്തമായ ജ്യൂസുകളും വൈനുകളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു പെട്ടി മുന്തിരിക്ക്, അതായത് 1 കിലോ മുന്തിരിക്ക് 60 രൂപ എന്ന നിരക്കിൽ വിൽപ്പനയുമുണ്ട്. ഇങ്ങനെ കിടക്കുന്ന മുന്തിരി കാണുമ്പോൾ കൈ താനെ മുകളിലേക്ക് എത്തുമെങ്കിലും സ്വയം കൺട്രോൾ ചെയ്തില്ല എങ്കിൽ നല്ല ഇടി കിട്ടുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കുറച്ചു നേരം മുന്തിരിപ്പാടങ്ങളിൽ ചുറ്റിക്കറങ്ങി ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്ത ശേഷം പുറത്തേക്ക്. കമ്പത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ കണ്ട കാഴ്ചയാണ്. എവിടുന്നോ വന്ന സഞ്ചാരികളാണ്. മ്യൂസിക് സിസ്റ്റമൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ബസ് സ്റ്റോപ്പിൽ ഏതോ ബസ്സും കാത്ത് നിൽക്കുകയാണ്. ഏതോ ഒരു അമ്മുമ്മ ഇവരുടെ കൂടെ നൃത്തവും. ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിൽ വാ എന്നും മനസ്സിൽ പറഞ്ഞു ഞങ്ങൾ വണ്ടിയെടുത്തു. എന്തൊക്കെയായാലും ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഏതൊരു യാത്രയും മനോഹരമാക്കുന്നത്. ഇവിടം കൊണ്ട് STCയുടെ ഈ ഇവൻ്റ് തീരുകയാണെങ്കിലും 2 ദിവസം കൊണ്ട് നേടിയ സൗഹൃദങ്ങളും മനോഹര നിമിഷങ്ങളും ഒരിക്കലും മറക്കാനാകാത്ത ഒന്നാണ്. ഉച്ചയോടുകൂടി എല്ലാവരോടും യാത്ര പറഞ്ഞു നല്ലൊരു ന്യൂ ഇയറും വിഷ് ചെയ്തു. അടുത്ത ഇവൻറ്റിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ ജീവിത തിരക്കുകളിലേക്കൊരു മടക്കയാത്ര. അപ്പോൾ അടുത്ത യാത്രാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.